നവംബർ 30-ന് എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ച GCDAക്ക് കൈമാറുമെന്ന് പറഞ്ഞ കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നിലവിലെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഭൂരിഭാഗം പണികളും പൂർത്തീകരിക്കാൻ സ്പോൺസർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആകെ അലങ്കോലമായി കിടക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പേരുള്ള സ്റ്റേഡിയം. ഈ പ്രദേശത്ത് ഈ സ്റ്റേഡിയത്തിന് ചുറ്റും വൈകുന്നേരങ്ങളിലും രാവിലെയും ആളുകൾ കൂട്ടമായി വന്നിരിക്കുന്ന മരങ്ങളിൽ ഭൂരിഭാഗവും ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയ നിലയിലാണ്. ഈ ശിഖരങ്ങൾ ഇനി എന്ന് പടർന്ന് പന്തലിച്ച് പഴയതുപോലെയാവുമെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരം നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ മരങ്ങൾക്കടിയിൽ ആളുകൾക്ക് വന്നിരിക്കാൻ സുഖകരമായി ഇരിക്കാനുള്ള സൗകര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം പൊളിച്ചു നീക്കി പണി ഇപ്പോഴും പാതി വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ലോകകപ്പ് നേടിയ അർജന്റീനിയൻ ടീം, അതായത് മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീം കളിക്കാനെത്തുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരം അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിച്ചത്. GCDA യാതൊരു കരാറുമില്ലാതെ ഈ അറ്റകുറ്റപ്പണികൾക്കായി സ്റ്റേഡിയം വിട്ടു നൽകിയതും വലിയ ചർച്ചാ വിഷയമായി. എന്നാൽ സ്റ്റേഡിയം വിട്ടു നൽകിയ GCDA ഇതിന്റെ അറ്റകുറ്റപ്പണി കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പണികൾ പൂർണ്ണമായി നടപ്പാക്കാൻ ഈ സ്പോൺസർക്ക് കഴിയുന്നുണ്ടോ എന്നത് മോണിറ്റർ ചെയ്തില്ല എന്ന് മാത്രമല്ല, സ്പോൺസറുടെ അലംഭാവവുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. എന്തായാലും സ്റ്റേഡിയത്തിന്റെ നവീകരണ ജോലികൾ ഡിസംബർ മാസം 20-നുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് സ്പോൺസർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്പോൺസർ എന്തു പറഞ്ഞാലും ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ നേരം പോകാൻ, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ സുഖമായി ഇരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ആകെ അലങ്കോലമായി കിടക്കുന്നത്. യുവജന സംഘടനകളുടെ പ്രതിഷേധം GCDAക്ക് അകത്തടക്കം നിരവധി തവണ ഉണ്ടായിരുന്നു. GCDA ചെയർമാനെ യൂത്ത് കോൺഗ്രസ് ഘെരാവോ ചെയ്യുന്ന സാഹചര്യം വരെ കൊച്ചിയിലുണ്ടായി. എന്നാൽ ഈ സ്റ്റേഡിയത്തിലെ അറ്റകുറ്റപ്പണികൾ നൽകിയതുമായി ബന്ധപ്പെട്ട വലിയ അഴിമതിയുണ്ടെന്നാണ് കോർപ്പറേഷനിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ ഇതുവരെ GCDAയോ സംസ്ഥാന സർക്കാരോ തയ്യാറായിട്ടില്ല. യാതൊരു രേഖയുമില്ലാതെ ഒരു സ്വകാര്യ സ്പോൺസർക്ക് GCDAയുടെ നിയന്ത്രണത്തിലുള്ള കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകിയത് ആരുടെ താല്പര്യപ്രകാരമാണ് എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോഴും ബാക്കിയാവുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും, അറ്റകുറ്റപ്പണികൾ എവിടെയും എത്തിയിട്ടില്ല. ഡിസംബർ 20-ന് ഈ പണി പൂർത്തീകരിക്കുമെന്ന യാതൊരു ഉറപ്പുമില്ല. വാക്കുകൾ കൊണ്ട് മാത്രം ഉറപ്പു നൽകുന്ന സ്പോൺസറും ആ വാക്ക് വിശ്വസിക്കുന്ന GCDAയും തമ്മിലുള്ള അവിഹിത ബന്ധം എന്താണ് എന്ന ചോദ്യമാണ് കൊച്ചിയിലെ സാധാരണക്കാരായ ആളുകൾക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും വലിയ ചർച്ചാ വിഷയമാണ് മെസ്സിയുടെ വരവും സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തിയും. മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തിയെങ്കിലും കാര്യക്ഷമമായി പൂർത്തീകരിക്കാൻ ഈ സ്പോൺസർക്ക് കഴിയുമോ? GCDA ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും? കോടികളുടെ അഴിമതിയാണ് ഇതിൽ നടന്നിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷമായ കോൺഗ്രസ് പറയുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് GCDA ചെയർമാൻ ചന്ദ്രൻപിള്ളയാണ്. ഇതിന് മറുപടി പറയേണ്ടത് ഈ നവീകരണ പ്രവൃത്തി ഏറ്റെടുത്ത സ്പോൺസറാണ്. ഈ രണ്ടുപേരും ഇത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ചോദ്യം ചെയ്യുന്ന ആളുകളുടെ നാവടപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് കേരളമാണ്. നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ നടത്തുന്ന അഴിമതിക്ക്, നിങ്ങൾ നടത്തുന്ന ധിക്കാരത്തിന് കുടപിടിക്കുന്നതല്ല ഇവിടെയുള്ള സാധാരണക്കാരന്റെ അവസ്ഥ. അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത GCDAക്കും കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാനും ഇതിന്റെ സ്പോൺസറായ ആന്റോ അഗസ്റ്റിനുമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല.